ജൂലൈ 25 ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുകയാണ്. സെബദിയുടെ പുത്രനും യോഹന്നാൻ ശ്ലീഹായുടെ സഹോദരനുമായ യാക്കോബ് ഗലീലി കടലിൻ്റെ തീരത്ത് മീൻപിടുത്തക്കാരനായി ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഒരു വിളി അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. വലയും തോണിയും ഉപേക്ഷിച്ച് മറ്റൊന്നും ആലോചിക്കാതെ യേശുവിനെ അനുഗമിച്ച അദ്ദേഹം ക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാരിൽ ഒരാളായി. താബോർ മലയിലെ രൂപാന്തരീകരണത്തിനും യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച അത്ഭുതത്തിനും ഗെത്സമനി തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്കും യാക്കോബ് സാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ആത്മാർത്ഥത കണ്ട് യേശു അദ്ദേഹത്തെ ഇടിമിന്നലിൻ്റെ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം യാക്കോബ് അചഞ്ചല ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു. പാരമ്പര്യമനുസരിച്ച് സ്പെയിൻ വരെയും അദ്ദേഹം ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം എത്തിച്ചു. എന്നാൽ ദൈവവചനത്തിന് വേണ്ടിയുള്ള ആ യാത്ര രക്തസാക്ഷ്യത്തിലാണ് അവസാനിച്ചത്. AD 44 ഹെറോദേസ് അഗ്രിപ്പ രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെട്ടു. അങ്ങനെ 12 അപ്പോസ്തലന്മാരിൽ ആദ്യമായി രക്തസാക്ഷിയുടെ കിരീടം ചൂടിയ ശ്ലീഹായായി വിശുദ്ധ യാക്കോബ് മാറി. ഇന്ന് സ്പെയിനിലെ സാന്തിയാഗോ ഡി കോമ്പോസ്റ്റലയിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ തിരുശേഷിപ്പുകൾ വണങ്ങപ്പെടുന്നു. വിശ്വാസത്തിനു വേണ്ടി ജീവൻ പോലും സമർപ്പിക്കാൻ മടിക്കാത്ത ധീരതയുടെയും അചഞ്ചലമായ ശിഷ്യത്വത്തിൻ്റെയും മഹത്തായ മാതൃകയാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ക്രിസ്തുവിനെ ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.